ഹായ് ഗൈസ്, മേവർക്ക് ലൈഫ് സ്റ്റൈലിലെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൗദിയിലേക്ക് പോവുകയാണ്. സൗദി ഞാൻ ഇപ്പോൾ ഖത്തറിലാണ് ഉള്ളത്. ഞങ്ങള് അപ്പോൾ ഖത്തറിന്ന് ബൈ റോഡ് സൗദി പോവുകയാണ്. എന്നെക്കാട്ടി എക്സൈറ്റഡ് ബാക്കിലിരിക്കുന്ന ആളാട്ടോ. കാരണം ആൾ അവിടെയാണ് പഠിച്ച് വളർന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആള് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ ആളുടെ ഒരു എന്താ പറയുക, സ്കൂളിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. ഞാനൊരു 10 years കഴിഞ്ഞിട്ടാണ് പോകുന്നത്. 2014 ലാസ്റ്റ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. പിന്നെ സ്കൂള് കാണാമെന്നുണ്ട്, പിന്നെ ബ്രദറിൻ്റെ വീടുണ്ട് അവിടെ. സോ അവിടേക്ക് ഒന്ന് പോകണം. പിന്നെ പറ്റിയ ഫ്ലാറ്റിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ട്. സോ ആ ഒരു ഫുള്ളി എക്സൈറ്റഡ് ആണ്. പിന്നെ ബിലു ആദ്യമായിട്ടാണ് പോകുന്നത്. അങ്ങനെ സോ ഇത് നമ്മൾ ഖത്തർ ബോർഡറൊക്കെ ക്രോസ് ചെയ്തു. ഇവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണെന്ന് അറിയാത്ത കാരണം ഇങ്ങോട്ട് കടക്കാൻ പറ്റൂല്ല എന്ന് കറക്റ്റ് അറിയണ്ടായിരുന്നില്ല. അത് കാരണം ആ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ സൗദിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതാണ് സീന്. കുറേ സാൻഡ് സ്റ്റോം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ പുതിയൊരു റോഡ് വന്നിട്ടുണ്ട്. അത് കാരണം കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു 1 hour നേരത്തെ എത്തിയിരിക്കുന്നു. സോ വന്ന പാട് ജുമാന്റെ ടൈമായിരുന്നു. നേരെ പള്ളിയിലേക്ക് വന്നു. സോ അപ്പോൾ ഞങ്ങളിവിടെ ജുമാന്റെ ടൈമിലാണ് എത്തിയത്. ഞങ്ങള് നേരെ ജുമാലേക്ക് ഒന്ന് കയറി കഴിഞ്ഞ് മൂപ്പര് 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, പരിചയപ്പെട്ട് അങ്ങനെ ഇവിടെയാണ് പള്ളിയിൽ പോയത്. ഈ പള്ളിയിലാണ്, ബാക്കിലുള്ള പള്ളിയിലാണ് നമ്മൾ പോയിരുന്നത് ജുമാക്ക്. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോവാണ്. ഒരു സർപ്രൈസ് വിസിറ്റ് അല്ലേ. പക്ഷേ ഞാന് മുമ്പുണ്ടായിരുന്ന ഡിഫറൻസ് അങ്ങനെ വല്ലാണ്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഞങ്ങള് ഏരിയാസിൽ പോയിട്ടില്ല, ഞങ്ങള് താമസിച്ചിരുന്ന സ്ഥലത്തൊന്നും പോയിട്ടില്ല. സമയത്ത് പോവാ. പിന്നെ സ്കൂള് കാണാൻ നല്ല ആഗ്രഹമുണ്ട്. അപ്പൊ അതൊക്കെ നോക്കാം. സ്കൂള് കാണാന്, പിന്നെ നമ്മളാ ഫ്ലാറ്റ്, നമ്മളെ ആ സ്ഥലമൊക്കെ ആ ഏരിയല്ലേ, ടൊയോട്ട ഏരിയ മൊത്തം കാണാന് അങ്ങനെ ഭയങ്കര എക്സൈറ്റഡായിട്ട് എനിക്ക് ഉറക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഒത്തിരി ഞാൻ കുറേ നേരം കിടന്നു. ഇവനാണ് ഹംദാൻ ബേബി, അളിയൻ്റെ ന്യൂ ബോൺ, ഓൺലി 7 days. ഇത് നമ്മളിവിടെ ഉച്ചയ്ക്ക് വന്നപ്പോൾ ഫുഡ്, ബാർബിക്യൂ, പിന്നെ ഇത് ഇവിടുത്തെ കഫ്സ, പിന്നെ അതേപോലെ തന്നെ 2-3 സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അളിയൻ മക്കൾക്ക് ബാസ്കിൻ റോബിൻസ് ഒക്കെ മേടിച്ചതാണ് ഓർഡർ ചെയ്തിട്ട്. അപ്പോൾ അവർക്ക് അത് നല്ല ഇഷ്ടമായി, അവർ നല്ല പിടപെടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ നമ്മളെ ഫേമസ് ഷോപ്പായ ബീലബനിൽ നിന്ന് ഉമ്മലിയും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മിൽക്ക് കേക്കുമാണ് കേട്ടോ. മിൽക്ക് കേക്ക് സംഭവം സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ. ഉമ്മലി ഓക്കെ, അതിൽ നല്ല നട്ട് റിച്ച് ആയിട്ടുള്ള കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ മിൽക്ക് കേക്ക് സൂപ്പറായിരുന്നു. സോ സെയിം കാര്യം തന്നെ ആയിരുന്നു. സോ ആദ്യം കഴിച്ചതാണ് അവിടുത്തെ മിൽക്ക് കേക്ക്. പിന്നെ ഇതാണ് അവിടെ അലി എന്ന് പറഞ്ഞ ഒരു ഐറ്റം. ഇതിൽ കുറേ നട്ട്സൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു ഭയങ്കര മധുരമല്ലാതെ വളരെ ലൈറ്റ് മധുരമായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു. സോ ബ്രദർ ആൻഡ് സിസ്റ്റർ. പിന്നെ ഇത് കഴിക്കുമ്പോൾ സ്പെഷ്യൽ ഒരു കൂട്ടാന്ന് പറഞ്ഞിട്ടാണ് മിരിണ്ട കൂടുന്നത്. ഇപ്പം മിരിണ്ട എടുത്തടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അത് ഞങ്ങൾ നോക്കി, എനിക്കതൊരു ഓക്കെ ഫീലിംഗ് ആയിരുന്നു. കാരണം ഈ മിൽക്ക് കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ അളിയൻ ഇങ്ങനെ കഴിക്കാറെന്ന് പറഞ്ഞു, ബീലബന്റെ ഈ സ്വീറ്റും അതേപോലെ മിരിണ്ടയും കൂടി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു.
അളിയന്റെ ഒരു പുതിയ കോമ്പിനേഷൻ ആണ്. ആക്ച്വലി ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മിൽക്കി ഒരു ഐറ്റം ആണിത്. ഇതില് കാരാമല് നല്ല ഫ്ലേവർ ആയിട്ടുണ്ട്. പിന്നെ മൊത്തത്തില് ഭയങ്കര സോഫ്റ്റ് ആണ്. ഭയങ്കര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സോഫ്റ്റ്. നമ്മള് വായിലിട്ട് കഴിഞ്ഞാൽ അരിയുന്നത് നമ്മളറിയില്ല. അത്രയും ഒരു നല്ലൊരു സ്വീറ്റ് ആണ്. ലൈക്ക് എന്താ പറയാ, ഭയങ്കരമായിട്ടുള്ള കുത്തുന്ന ഒരു മധുരം അല്ലാത്തൊരു ടൈപ്പാണ്. നല്ല അടിപൊളി ഒരു സ്വീറ്റ് ആണ്. ഇതെന്ന് അലി, ഇതൊരു സൗദി സ്പെഷ്യൽ സ്വീറ്റ് ആണ്. ഇതിൽ ഫുള്ള് നട്ട്സ് ആണ് ഇട്ടിരിക്കുന്നത്. റിച്ച് നട്ട്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ഫുള്ള് നട്ട്സ് ആണ്, നട്ട്സ് കവേർഡ് ആണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. എനിക്ക് പേഴ്സണലായിട്ട് ഇതാണ് കൂടുതൽ ഇഷ്ടമായത്. ഇതിൽ കാരമൽ ടോപ്പ് അപ്പ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യണ്ട? ഉണ്ട്. എങ്ങനെയുണ്ട് ഈ ഒരു നൊസ്റ്റാൾജിക് വാക്ക്? നന്നായിട്ടുണ്ട്. കൊറേ കാലായിട്ട് വരുന്നല്ലേ. പിന്നെ സ്കൂളിനകത്ത് കയറാൻ പറ്റില്ല, ഫ്രൈഡേ ആയിരുന്നു. പിന്നെ സാറ്റർഡേ ലീവാണ്. സോ അങ്ങനെ അകത്ത് കയറാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി സ്കൂളിലെത്തി. പുറത്ത് നിൽക്കാനേ പറ്റുന്നുള്ളൂ, അകത്ത് കയറാൻ പറ്റുന്നില്ല. പിന്നെ സന്തോഷം, ഒത്തിരി നാളായി കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹാപ്പി ഫീലിംഗ്. പിന്നെ എന്തുവാ, പിന്നെ സോ ഇതാണ് അവരുടെ സ്കൂള്. ഗേൾസ് ഓൺലി സ്കൂളായിരുന്നു. അതും ഒരു 10 വർഷങ്ങൾക്ക് ശേഷമാണ് ആളത് കാണുന്നത്. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന റൂമിൻ്റെ അങ്ങോട്ട് പോയിട്ടോ, അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ അങ്ങോട്ട്. അങ്ങനെ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ വീട്ടിലിപ്പോൾ ആരെ താമസിക്കണമെന്നൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. പക്ഷെ അവിടുത്തെ വീഡിയോ എടുത്തില്ല. ഇവള് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സോ ആ ഒരു ഇതിൽ ഞാൻ അതും ലൈറ്റിൻ്റെ ഉള്ളിൽ കോക്ക് വീഴുമായിരുന്നു. അപ്പം ഞങ്ങൾ ഈ സ്റ്റൂൾ ഇട്ടിട്ട് കയറി ഇരിക്കുമായിരുന്നു. ഞാനും അനിയനും എല്ലാവരും കളിക്കുന്നു, ഉപ്പയും ഇക്കായും എല്ലാവരും കളിക്കുന്നു. നല്ല രസമായിരുന്നു. സോ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നു. ഇവിടെ വന്നിട്ട് ഓൾറെഡി ഉച്ചയ്ക്ക് നല്ല ഫുഡ് കഴിച്ച്, അതിന് ശേഷം നല്ല ഡെസേർട്ടൊക്കെ കഴിഞ്ഞു. പിന്നെ ജസ്റ്റ് ഇവിടെ വാക്കിങ്ങിനൊക്കെ പോയതിൻ്റെ ശേഷം ഇവിടെ 1-2 സ്ഥലങ്ങളുണ്ടായിരുന്നല്ലോ, അവിടെയൊക്കെ പോയതിൻ്റെ ശേഷം നമ്മളിവിടെ വന്നിട്ട് ചാട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫുൾ ഹെവി മീലായിരുന്നല്ലോ, അപ്പോൾ ഹെവി ഫുഡായിരുന്നു. അപ്പോൾ ഇനി ചാട്ടാക്കാമെന്ന് വിചാരിച്ചു ഇനിയുള്ളത്. അപ്പോൾ അവരിത് ജസ്റ്റ് സ്റ്റാർട്ടറായിട്ട് കൊടുക്കുന്നു കേട്ടോ. നമ്മുടെ പണ്ട് കഴിച്ചിരുന്ന ഈ വിരലിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ കഴിക്കില്ലേ ഒരു മിഠായി. ഇത് നാട്ടിൽ ഭയങ്കര മഞ്ഞ കളറും പിന്നെ അതേപോലെ പിങ്ക് കളറിലൊക്കെ ഉണ്ടായിരുന്നു. ഒരു പാനിപൂരി പറയാം. അടിപൊളി. നമ്മൾ നാട്ടിൽ നിന്ന് കഴിക്കുന്ന ആ ഒരു സെയിം എഫക്റ്റ്. നല്ല എരിവുണ്ട്, ഭയങ്കര എരിവ്. ഇതാണ് പാൻ ലസ്സി. ഇത് എന്തോ ഒരു പ്രത്യേക രസം ഉണ്ടായിരുന്നു. ഇത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് കിട്ടിയൊരു എന്താ പറയുക ഒരു ടേസ്റ്റ് എനിക്ക്. ചായ ഞാൻ ബിഗ് ഫാൻ അല്ല. മസാല ചായ അതാണ് ഞാൻ ട്രൈ ചെയ്യും. ഓക്കെ, എങ്ങനെയുണ്ട്? അടിപൊളി ചായ. അതെ.
ചായ ഫാനാണ്. ഡെയിലി ഒരു 2 ചായ മിനിമം. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയുണ്ട്? ജയ്പൂര് നാട്ടിലത്തെ ആ ഒരു പഞ്ച് കുറവാണ്. പാനിപൂരി ഓക്കെ ഉണ്ട്. ഇത് അടുത്ത് ഇതെന്താ? ഞാൻ കഴിക്കട്ടെ. ഇത് ഞാൻ കഴിക്കട്ടെ. ഡൽഹി ടിക്കി മസാല. ഞാൻ കഴിക്കുന്നത് അത് പോകുന്നില്ല. പോവോ? മൊത്തത്തിൽ എൻ്റെ ഇതായി കിട്ടും. ഇതും ടേസ്റ്റ് പക്ഷെ എനിക്ക് തോന്നുന്നു പാനിപൂരി തന്നെ ഇഷ്ടമായത്. എനിക്ക് ഞാൻ ശരിക്കും ഇതിന്റെ ഫാനാണ്. പക്ഷെ എനിക്ക് ഇവിടെ ഇഷ്ടമായത് പാനിപൂരിയാണ്. എന്താ സംഭവം? എന്താ ഡൽഹി ആലൂക്കി ടിക്കിയാണ്. ടിക്കി ഇന്നത്തെ ദിവസം ഹെവി ഫുഡ് എന്ന് പറഞ്ഞാൽ ഹെവി ഫുഡ്. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഷവർമ. ഇങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഹയത്ത് പ്ലാസ. ഞങ്ങളെപ്പോഴും വരാറുള്ള ഞങ്ങളുടെ വീടിന് ഞങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ടടുത്താണ്. അപ്പോൾ ഞാനും ഉമ്മയും അനിയനും കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. ഉപ്പ ബിസി ആകുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എപ്പോഴും വരും. ഇവിടെ ഇങ്ങനെ നടക്കും, ഷോപ്പ് ചെയ്യും. ഇതാണ് മെയിൻ പരിപാടി. വളരെ റിപ്പീറ്റ് കഥകളാണ് അതൊക്കെ. ഇക്ക കേട്ട് 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 ഇക്ക വളരെയധികം പുള്ളി ആകെ മൊത്തം ഫുള്ള് ഇത് കേൾക്കാറാ പതിവ്. എടുക്കണ്ട. സോ ഇതാണ് ഞങ്ങളെ മെയിൻ പർച്ചേസ് ചെയ്യുന്ന സ്ഥലമാണ്. ഡ്രസ് പർച്ചേസ് ചെയ്യുന്നതാണ് മെയിനായിട്ട്. ഷോപ്പിൽ നിന്നാണ് എപ്പോഴും ഉണ്ടാവുക. ഷോപ്പിൽ നിന്നാണ് എപ്പോഴും ഡ്രസ്സ് മേടിക്കുക. സോ പർച്ചേസ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീർത്ത് നമ്മൾ നാട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. സോ അളിയൻ്റെ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. മലബാർ ഗോൾഡിൽ നിന്നൊരു കൈ ചെയിൻ ആയിരുന്നു. ആ സംഭവം അത് അവൾക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് പെട്ടെന്ന് അന്ന് തന്നെ ഇറങ്ങാനുള്ള പരിപാടിയിലായിരുന്നു.